കൊലക്കേസ് പ്രതി രാജേഷ് അറസ്റ്റിൽ. വേങ്ങൂർ സ്വദേശിനി ശാന്തയാണ് കൊല്ലപ്പെട്ടത്. സംഭവത്തിൽ 12 പവൻ സ്വർണം നഷ്ടപ്പെട്ടതായി പറയുന്നു. മൃതദേഹം ഹോട്ടലിലെ പിറകിലെ മാൻഹോളിൽ ഒളിപ്പിച്ച നിലയിൽ കണ്ടെത്തിയിരുന്നു. പണം തർക്കവും വായ്പ പ്രശ്നവും കൊലപാതകത്തിലേക്ക് കാരണമെന്ന് പോലീസ് നിഗമനം. ഈ ഓണത്തോടനുബന്ധിച്ച് ഓണം മുതൽ ഡിസംബർ വരെയുള്ള കാലയളവിൽ ഡയമണ്ട് പർച്ചേസ് ചെയ്യുന്നവർക്ക് ഇനി മലേഷ്യയിലേക്ക് പോകാം. ഇത് സ്വപ്നം. അപ്പോ ഈ ഓണം ഹിമ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, സെൻട്രൽ ജംഗ്ഷൻ, നെടുങ്കണ്ടം. ഊന്നുകല്ലിൽ സ്ത്രീ കൊല്ലപ്പെട്ട കേസിൽ പ്രതി അടിമാലി മഞ്ഞാങ്കണ്ടം പാലക്കാട്ടിൽ രാജേഷ് പിടിയിലായി. നേര്യമംഗലത്ത് വാടകയ്ക്ക് താമസിക്കുന്ന രാജേഷ് സംഭവശേഷം ഒളിവിലായിരുന്നു. ബുധനാഴ്ച വൈകിട്ട് എറണാകുളം മറൈൻ ഡ്രൈവിൽ നിന്നാണ് ഇയാളെ പിടികൂടിയത്. രാത്രി 9 മണിയോടെ ഊന്നുകൽ സ്റ്റേഷനിൽ എത്തിച്ച രാജേഷിനെ ഇപ്പോഴും ചോദ്യം ചെയ്യൽ തുടരുകയാണ്. പിന്നീട് കോടതിയിൽ ഹാജരാക്കും. രാജക്കാട് കള്ളിമാലി സ്വദേശിനിയും ഇപ്പോൾ വേങ്ങൂർ ഹരിത നഗറിൽ താമസിച്ചിരുന്ന കുന്നത്ത് താഴത്ത് പരേതനായ ബേബിയുടെ ഭാര്യ 61 വയസ്സുള്ള ശാന്തയാണ് കൊല്ലപ്പെട്ടത്. ചൊവ്വാഴ്ച പള്ളുരുത്തിയിലെ ബന്ധുവീട്ടിൽ രാജേഷ് എത്തിയതായി വിവരം ലഭിച്ചിരുന്നു. അടിമാലി സ്വദേശിയായ ഒരാൾ പ്രതിയെ എറണാകുളത്ത് കണ്ടതായി പോലീസിനെ അറിയിച്ചിരുന്നു. ഊന്നുകൽ മൃഗാശുപത്രിക്ക് സമീപം അടച്ചിട്ട ഹോട്ടലിന് പിന്നിലെ ആൾതാമസമില്ലാത്ത വീടിന്റെ അടുക്കള ഭാഗത്തു നിന്നുമാണ് ശാന്തയുടെ മൃതദേഹം കണ്ടെത്തിയത്. ഇവിടുത്തെ മാലിന്യ സംഭരണിയോട് ചേർന്നുള്ള മാൻഹോളിൽ തള്ളിക്കയറ്റിയ നിലയിലായിരുന്നു മൃതദേഹം. 18-നാണ് ശാന്ത കൊല്ലപ്പെട്ടതെന്നാണ് പോലീസിന്റെ നിഗമനം. ഇവരുടെ ആഭരണങ്ങളിൽ 12 പവൻ നഷ്ടപ്പെട്ടിരുന്നു. കുറുപ്പപ്പടി സ്വദേശിയായ വൈദികന്റെ ഉടമസ്ഥതയിലുള്ളതാണ് മൃതദേഹം കണ്ട വീടും സമീപത്തെ ഹോട്ടലും. മുൻപ് ഈ ഹോട്ടലിലെ പാചകക്കാരനായിരുന്ന രാജേഷിന് സ്ഥലം സംബന്ധിച്ച് അറിയാമായിരുന്നു. 18-നാണ് ശാന്തയെ കാണാതായത്. 20-ന് ബന്ധുക്കളുടെ പരാതിയുടെ അടിസ്ഥാനത്തിൽ കുറുപ്പമ്പടി പോലീസ് അന്വേഷണം ആരംഭിച്ചു. 23-നാണ് മൃതദേഹം അഴുകിയ നിലയിൽ കണ്ടെത്തിയത്. രാജേഷിനൊപ്പം ശാന്ത പോകുന്ന ദൃശ്യങ്ങൾ പോലീസിന് ലഭിച്ചിരുന്നു. ഫോൺ വിളികളുടെ വിവരങ്ങളും കിട്ടി. കോതമംഗലത്തെ ഹോട്ടലിൽ പാചകക്കാരനായി ജോലി ചെയ്തിരുന്ന രാജേഷ് പോലീസ് എത്തും മുമ്പ് അവിടെ നിന്ന് മുങ്ങി. കൊലപ്പെടുത്താൻ ഉപയോഗിച്ച ആയുധവും ശാന്ത ധരിച്ചിരുന്ന വസ്ത്രങ്ങളും കണ്ടെത്താനായിട്ടില്ല. ശാന്തയുടെ നഷ്ടപ്പെട്ട 12 പവൻ സ്വർണത്തിൽ 9 പവൻ അടിമാലിയിൽ ഇതര സംസ്ഥാന ആഭരണപ്പണിക്കാർക്ക് വിറ്റ് 4 ലക്ഷത്തോളം രൂപയും 3 പവന്റെ മാലയും രാജേഷ് വാങ്ങിയിരുന്നു. 50,000 രൂപ വായ്പ വാങ്ങിയ ആൾക്ക് കൊടുക്കുകയും കുറച്ചു തുക ബാങ്കിൽ നിക്ഷേപിക്കുകയും ചെയ്തതായും കണ്ടെത്തിയിട്ടുണ്ട്. രാജക്കാട്ട് സ്ഥലം വിറ്റ വകയിൽ ശാന്തയ്ക്ക് 10 ലക്ഷം രൂപ ലഭിച്ചിരുന്നു. ഇതിൽ 4 ലക്ഷം രൂപ രാജേഷിന് വായ്പ നൽകിയതായും പറയുന്നു. ഈ പണം ശാന്ത തിരികെ ചോദിച്ചതുമായി ബന്ധപ്പെട്ട തർക്കമാണ് കൊലപാതകത്തിൽ കലാശിച്ചതെന്ന് സംശയിക്കുന്നു. AM ന്യൂസ് നെറ്റ്വർക്ക്, കോതമംഗലം. ഹൈറേഞ്ചിന്റെ വാണിജ്യ തലസ്ഥാനത്ത് പാരമ്പര്യത്തിന്റെയും വിശ്വസ്തതയുടെയും പകരം വയ്ക്കാനാകാത്ത പരിശുദ്ധിയുമായി ഹിമ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, സെൻട്രൽ ജംഗ്ഷൻ, നെടുങ്കണ്ടം. ആന്റിക്, ചെട്ടിനാട്, ടർക്കിഷ്, സിംഗപ്പൂർ, കൽക്കത്ത, രാജ്കോട്ട് തുടങ്ങിയ മോഡലുകളുടെ ന്യൂജൻ ട്രെൻഡിനൊപ്പം ഹിമ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, സെൻട്രൽ ജംഗ്ഷൻ, നെടുങ്കണ്ടം. ഡയമണ്ട് ആഭരണങ്ങൾക്ക് കേവലം 3000 രൂപ മുതൽ. തിരികെ നൽകുമ്പോൾ 95% ബൈബാക്ക്. നിങ്ങളുടെ നിക്ഷേപങ്ങൾ സ്വർണമാക്കി മാറ്റുവാൻ ഹിമ സ്വർണനിധി. തവണകളായി പണമടച്ച് സ്വർണം പണിക്കൂലിയില്ലാതെ സ്വന്തമാക്കാം. ഹിമ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, സെൻട്രൽ ജംഗ്ഷൻ, നെടുങ്കണ്ടം.